നമസ്കാരം. ആർ രവികുമാർ സംവിധാനം ചെയ്ത് ശിവകാർത്തികേയൻ പ്രധാന വേഷത്തിലെത്തി തിയേറ്റർ റിലീസായി വന്ന അയലാൻ ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൻ്റെ സംഗീതം AR റഹ്മാൻ, ഛായാഗ്രഹണം നീരവ് ഷാ, എഡിറ്റിംഗ് റൂബൻ എന്നിവരാണ് കൈകാര്യം ചെയ്തത്. ശിവകാർത്തികേയൻ അവതരിപ്പിക്കുന്ന തമിഴ് എന്ന കഥാപാത്രം തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ കൃഷിയും കാര്യങ്ങളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ആ സമയത്തുള്ള ജീവിതത്തിലെ കുറച്ച് സംഭവങ്ങൾ കൂടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. കുഴിയിൽ വീണ ഒരു ആനക്കുട്ടിയെ രക്ഷിക്കുന്നത്, പിന്നെ പാട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ തമിഴിൽ കണ്ടുകൊണ്ടിരുന്ന ടൈപ്പ് സിനിമകളുടെ പോലെ തന്നെയാണ് ഇവിടെയും തുടക്കം വരുന്നത്. ഇതേ സമയത്ത് വേറെ ചില കാര്യങ്ങൾ കൂടെ പാരലായി പറയുന്നുണ്ട് സിനിമയിൽ. ഗവേഷകർ പുതിയൊരു സംഭവം കണ്ടെത്തുന്നു, അത് ആര്യൻ എന്ന വ്യക്തി കൈക്കലാക്കുന്നു, അതിൻ്റെ സാധ്യതകളൊക്കെ പരിശോധിക്കുന്ന ഒരു സമയം. മറ്റൊരു സ്പേസിൽ നിന്നും ഏലിയനും ഭൂമിയിലേക്ക് വരുന്നു. പ്രധാന കഥാപാത്രങ്ങൾ ഇവരൊക്കെയാണെന്ന് പറയാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. സിനിമ തുടങ്ങി പ്രധാന കാര്യങ്ങൾ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുന്ന ഒരു വഴിയിലൂടെ തന്നെയാണ് സിനിമ പോകുന്നത്. ഏലിയനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സീനുകളൊക്കെ രസകരമായിട്ട് തന്നെ അനുഭവപ്പെട്ടു. ആ ക്യാരക്ടറിനെ നല്ല ക്യൂട്ടായി തന്നെ സിനിമയിലുടനീളം കൊണ്ടുവന്നിട്ടുമുണ്ട്. പക്ഷേ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ബേസിക് സ്റ്റോറി എന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ള കുറച്ച് തമാശകളൊക്കെയായി ഒരു വാച്ചബിൾ സിനിമ എന്ന നിലയിലാണ് അയലാൻ എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഇത് കൂടുതലായും കുട്ടികൾക്കായി ഡിസൈൻ ചെയ്ത ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒട്ടേറെ സംഭവങ്ങൾ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായും അത് അവർക്ക് വർക്കാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശിവകാർത്തികേയൻ തൻ്റെ ടിപ്പിക്കൽ സ്റ്റൈലിൽ തന്നെ ഈ കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. അത് രസമായി വന്നിട്ടുമുണ്ട്. ആക്ഷൻ സീനുകളിലും കൊള്ളാമെന്ന് തന്നെ തോന്നി. താര എന്ന കഥാപാത്രമായിട്ടാണ് രഘുൽ പ്രീത് സിംഗ് എത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നും സിനിമയിൽ ഉണ്ടായിരുന്നില്ല, എങ്കിലും ഉള്ളത് ഡീസൻ്റായി തന്നെ ചെയ്തു എന്ന് പറയാം. വില്ലനായ ആര്യൻ എന്ന കഥാപാത്രമായിരുന്നത് ശരത് കേൽക്കറാണ്. ഈ സിനിമയുടെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പറയാം. കാണുമ്പോൾ ദേഷ്യം എന്നല്ലാതെ വേറെ കാര്യമായി ഒന്നും തന്നെയില്ല. തുടക്കം കാണിക്കുമ്പോൾ വിചാരിച്ചു വേറെ ലെവലിലൊക്കെ പോകുന്നുള്ളത്. പക്ഷേ സിനിമയുടെ ഏറ്റവും വീക്കസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ കഥാപാത്രം തന്നെയാണ്. മികച്ച രീതിയിൽ എഴുതപ്പെട്ടില്ല എന്നതും ഒരു പ്രശ്നമാണ്. എലിസ എന്ന കഥാപാത്രമായി ഇഷ കോപ്പിക്കാർ വില്ലൻ്റെ കൂടെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു വില്ലനേക്കാൾ അല്പം മെച്ചം ഈ കഥാപാത്രമായിരുന്നു എന്നാണ്. യോഗി ബാബു, കരുണാകരൻ എന്നിവരും പ്രാധാന്യമുള്ള വേഷങ്ങളിൽ എത്തുന്നുണ്ട്. അവരുടെ കോമഡികളൊക്കെ അത്യാവശ്യം നന്നായി തന്നെ വർക്കായിട്ടുണ്ട്. പിന്നെ ചിത്രത്തിലെ ഏലിയൻ ടാറ്റു കൺവിൻസിംഗ് ആയി തന്നെ ആ റോള് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് നൽകിയിരിക്കുന്നതൊക്കെ കൊള്ളാം. സിദ്ധാർത്ഥാണ് ഈ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. തീർച്ചയായും അത് ആ കഥാപാത്രത്തിന് ഒരു ഐഡൻറ്റിറ്റി തന്നെ നൽകുന്നുണ്ട്. നല്ല വർക്ക് തന്നെയായിരുന്നു. ഇത്തരമൊരു ചിത്രം എന്ന് പറയുമ്പോൾ തീർച്ചയായും VFXന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യം തന്നെയാണ്. അയലാനിൽ അത് പരാമർശിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. ക്വാളിറ്റി VFX വർക്കുകൾ തന്നെയായിരുന്നു. സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. സത്യം പറഞ്ഞാൽ പാട്ടുകൾ എനിക്കും അത്ര രസമൊന്നും തോന്നിയില്ല. ടിപ്പിക്കൽ സംഭവങ്ങൾ എന്ന രീതിയിൽ മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. ആർ രവികുമാറിൻ്റെ മുന്നത്തെ ചിത്രമായ ഇൻട്രോ നേറ്റർ നാളെ ടൈം ട്രാവൽ ചിത്രം ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുള്ളതാകും. ആ സിനിമയ്ക്ക് ഒട്ടേറെ ഫാൻസും ഉള്ളതാണ്. അവിടെ നിന്നും അയലാൻ എന്ന സിനിമയിലെത്തുമ്പോൾ സ്കെയിൽ വലുതായിട്ടുണ്ട്. എൻ്റെ അറിവ് വെച്ച് ഈ സിനിമയുടെ പ്രൊഡക്ഷനിൽ പലപ്പോഴായി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുന്നേ ഷൂട്ടിംഗ് തുടങ്ങിയാണ്, പക്ഷേ ഇപ്പോഴാണ് റിലീസായത്. സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴും അത് ചേർത്ത് വെച്ചിരിക്കുന്ന കഥ പ്രഡിക്റ്റബിളായ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഒരു കഥ തന്നെയാണ്. ടാറ്റു എന്ന കഥാപാത്രവും രസകരമായ മൊമെൻസും ഒക്കെയായി ഒട്ടും ബോറടി ഇല്ലാതെ കണ്ടിരിക്കാമെന്നതും സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. അവസാനമൊക്കെ ആകുമ്പോൾ ഒരു ഇമോഷണൽ ടച്ച് നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഓവറോൾ ഒരു വാച്ചബിൾ സിനിമ എന്ന നിലയിലാണ് അയലാൻ എനിക്ക് അനുഭവപ്പെട്ടത്. ഏലിയനുമായി ബന്ധപ്പെട്ട സീനുകളൊക്കെ അത്യാവശ്യം വെടിപ്പായി വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് അത് കൂടുതൽ വർക്കാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതും. അവർക്ക് വർക്കാവുന്നതെന്ന് മാത്രമല്ല, അതുവഴി സിനിമയിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളും കൊള്ളാമെന്ന് തന്നെ തോന്നി. കുറച്ച് തമാശകളൊക്കെ ഉണ്ട്. വീക്ക് പാർട്ട് എന്നത് വില്ലൻ കഥാപാത്രമാണ്. പിന്നെ ഒരു ടിപ്പിക്കൽ കഥയിൽ തന്നെയാണ് ആർ രവികുമാർ ഈ ലോകം ബിൽഡ് ചെയ്തിരിക്കുന്നതും. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.